നാട്ടിൽ നിന്ന് ഇത്ര കഷ്ടപ്പെട്ട് രുക്കു അമ്മായിയെ വിളിച്ചു വരുത്തേണ്ട ആവശ്യം എന്തായിരുന്നു? അത് പിന്നെ എനിക്കൊരു സമാധാനത്തിനും സഹായത്തിനും ആരെങ്കിലും ഒപ്പം വേണ്ടേ? അതിന് ഞാനും ശിവപ്രിയൊക്കെ ഉണ്ടല്ലോ. പോരാത്തതിന് വിദ്യാമ്മയും ദേവൂട്ടിയും വാസുകി ഡോക്ടറും എല്ലാവരും ഇല്ലേ? നമ്മള് തന്നെ ഇവിടെ വിദ്യാമ്മയുടെ അവതാരം കൊണ്ടാ കഴിയുന്നേ. അതിനിടയിൽ രുക്കു അമ്മായും കൂടി വന്നാലോ? വന്നാലെന്താ? രുക്കു അമ്മയെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതൊക്കെ ശരി തന്നെ. എന്നാലും ഒരു ഔചിത്യം നമ്മുടെ ഭാഗത്തുനിന്ന് വേണമല്ലോ. അല്ല, നീ പിന്നെന്താ രുക്കു അമ്മായെ പരിചയമില്ലാത്ത സ്ഥലത്ത് തനിച്ചുവിട്ടിട്ട് പോകുന്നത്? അത് മണിക്ക് മരുന്ന് കൊടുക്കാൻ സമയമായി. രുക്കു അമ്മായിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്നും പറഞ്ഞു. പ്രായമുള്ള സ്ത്രീയാ, തനിച്ചിങ്ങോട്ട് വരാൻ അവർക്ക് വഴിതെറ്റില്ലേ? ഏയ്, അത് ഓർത്ത് പേടിക്കണ്ട. ഞാൻ വഴിക്ക് വെച്ച് സുഗന്ധിയെ കണ്ടായിരുന്നു. രുക്കു അമ്മായിയെ സുഗന്ധിയെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത്. അമ്മായിയെ സുഗന്ധിയെ കൊണ്ടുവന്നോളൂ. അച്ഛാ, രുക്കു അമ്മായി വന്നോ? ഇല്ല മോളെ. അമ്മായി ഇനി കണ്ണി കണ്ടതൊക്കെ വാങ്ങിയിട്ടേ വരുള്ളൂ. അതുകൊണ്ടാ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്. അയ്യോ മക്കളെ, അമ്മായി വന്നു മക്കളെ. രുക്കുമായി അല്ല, രുക്കുമായി തനിച്ചാണല്ലോ. സുഗന്ധി ചിലപ്പോ വഴി പറഞ്ഞു കൊടുത്തിട്ട് പോയി കാണും. ഓടി വാ മക്കളെ, എന്റെ പൊന്നു മക്കള്. രുക്കു അമ്മായി സുഖം തന്നെ മക്കളെ, എന്റെ പൊന്നു മക്കള്. സുഖായിട്ടിരിക്കുന്നു രുക്കു അമ്മായി. പിടിച്ചോ. ഹായ് ആപ്പിള്. മക്കളെ നന്നായിട്ട് കടിയിട്ട് വേണം കഴിക്കാൻ കേട്ടാ. കടിയിട്ട് കഴിക്കണേ. പിടിച്ചോ. അല്ല, സുഗന്ധി കൂടെ വന്നില്ലേ രുക്കു അമ്മായി? ആ, അവള് കുറച്ചു ദൂരം എന്റെ കൂടെ വന്നിരുന്നു. വഴി പറഞ്ഞു നിന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ അവളെ കാണാനില്ല. വല്ല അത്യാവശ്യത്തിന് പോയതായിരിക്കാം. ആ മഹേശ, പിന്നെ എന്തുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാരും കൂടെ ഇവിടെ തന്നെ കൂടാനാണോ തീരുമാനം? നാട്ടിലേക്കൊന്നും വരാനുള്ള ചിന്തയില്ലേ? ഇവിടത്തെ അവസ്ഥയൊക്കെ രുക്കുമായി അറിഞ്ഞാണല്ലോ. ആ, ഒക്കെ അറിഞ്ഞു. ആ, ഒരു കണക്കിന് നോക്കിയ കുട്ടികളൊക്കെ ഒരുമിച്ച് കഴിയുന്നതാ നല്ലത്. ആ മഹേശ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അമ്മായി വന്നതല്ലേ ഉള്ളൂ, ഒന്ന് വിശ്രമിക്കാം. അത് കഴിഞ്ഞാവാ. ആ, അത് മതി. വാ അമ്മായി. സത്രത്തിൽ അതിഥികൾ കൂടി വരികയാണ് ദേവുട്ടി. ശിവപ്രിയയുടെ വകയിലുള്ള ഏതോ ഒരു അമ്മായി കൂടി വന്നിട്ടുണ്ടെന്നാ അറിഞ്ഞത്. ശിവപ്രിയയെ തേടി ഇപ്പോ ഒരുപാട് ബന്ധുക്കളെത്തി. പക്ഷേ ബന്ധുത്വം പറഞ്ഞു വന്നവരാരും അവളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല. അതാണ് സങ്കടം. എത്രയും പെട്ടെന്ന് ആ പാവത്തിന്റെ ആയുസ് ഒടുങ്ങി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അവരൊക്കെ. എങ്കിൽ പിന്നെ ശിവപ്രിയയുടെ അച്ഛനെ ഇതൊക്കെ അറിയിച്ചുകൂടെന്നല്ലേ നീ ചോദിച്ചത്? അത് നമുക്ക് പറ്റില്ലല്ലോ ദേവുട്ടി. ഇനി അറിയിച്ചാൽ തന്നെ നമ്മൾ പറയുന്നത് ആ മനുഷ്യൻ മുഖവിലേക്ക് എടുക്കണമെന്നില്ലല്ലോ. കാര്യങ്ങളുടെ പോക്ക് ഏതാണ്ട് അങ്ങനെയൊക്കെയാണ്. ബന്ധുത്വം ചമഞ്ഞു വന്നവർ ആ അച്ഛന്റെയും മകളുടെയും മനസ്സ് മാറ്റാനുള്ള ശ്രമത്തിലാണ്. ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ദേവുട്ടി. ചില കർമ്മഫലങ്ങൾ അനുഭവിച്ചൊടുങ്ങുക തന്നെ വേണം. അവിടെ ദൈവങ്ങൾ പോലും നിസ്സഹായരാവുന്ന അവസ്ഥയാണ്. ശിവപ്രിയയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. പക്ഷെ ഇപ്പൊ വന്ന ബന്ധുക്കൾ അവളെ സഹായിക്കുകയല്ല ചെയ്യുന്നത്.